السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയ സഹോദരിമാരെ, എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ പലർക്കുള്ള ഒരു ആഴമുള്ള വേദനയാണ്. ഖുർആന് ഹിഫ്ള് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഖുർആൻ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പലർക്കും ഹിഫ്ള് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ കഴിയുന്നില്ല, അതിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഇതൊന്നും പലപ്പോഴും നമ്മുടെ ഈമാന്റെ കുറവ് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ മനസ്സിന്റെ ഭാരം കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതിയുടെ ഒരു പ്രശ്നമാണ്. നമുക്ക് നോക്കി നോക്കാം എന്തുകൊണ്ടാണ് നമുക്ക് അതിന് കഴിയാത്തതെന്ന്. നമുക്ക് ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ കഴിയാത്തതിന്റെ സാധാരണ കാരണങ്ങൾ എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം മനസ്സ് നിറഞ്ഞിരിക്കുന്നു. നമ്മളെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വീട്, ഉത്തരവാദിത്തങ്ങള്, കുറ്റബോധം, ഭയം, ഫ്യൂച്ചർ, ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചിന്തകള്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളെ ഖുർആന്റെ വചനങ്ങൾക്ക് അവിടെ സ്ഥലമല്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഖുർആന് ഹൃദയത്തിൽ കയറണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഹൃദയം ശൂന്യമാകണം. നമ്മളെ മനസ്സിനെ ക്ലീൻ ആക്കുക. നമ്മളെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒരു ബുക്കിലേക്ക് മാറ്റുക. നമ്മളെ പേടികളൊക്കെ ഒരു ബുക്കിലേക്ക് മാറ്റുക. നമ്മൾ എഴുതി തുടങ്ങുക. ഇങ്ങനെ നമ്മളെ തലച്ചോറിനെ ഫ്രീ ആക്കിയിട്ട് നമ്മൾ അതെല്ലാം ഓരോ കടലാസിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് നമ്മളെ മൈൻഡ് ഒരുപാട് ഫ്രീ ആയിട്ട് തോന്നും. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിച്ചത്, എന്തൊക്കെയായിരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. നമ്മളെ ചിന്തിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കണം എന്നില്ല, അല്ലേ? അതേപോലെ നമ്മളെ തലയിൽ വെച്ചാൽ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും നമ്മളെ സ്വന്തം ഉത്തരവാദിത്തങ്ങളാവണമെന്നില്ല. അതൊക്കെ അപ്പം ഒന്നും കൂടി ഒന്ന് ചിന്തിക്കാന്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എഴുതി നോക്കാം. ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള്, ഞാൻ ഒരു ദിവസം ചിന്തിക്കുന്ന കാര്യങ്ങള് ഇതൊക്കെയാണ്. അപ്പം ഇതിൽ എന്തൊക്കെയാണ് എനിക്ക് നിർബന്ധമായിട്ടുള്ളത്, ഞാൻ ചെയ്യാനുള്ള ആവശ്യം ആയിട്ടുള്ളത്, എന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കി വെക്കാം. അതേപോലെ തന്നെ ഓരോ ദിവസവും പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ നാളെ എന്തൊക്കെ വേണമെന്ന് ഇന്ന് തന്നെ പ്ലാൻ ചെയ്ത് വെച്ചാൽ അതില് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ഖദർ അതിന്റെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന മാതിരി മുഴുവനും നടക്കൂല. കാരണം അള്ളാഹു ആദ്യമേ, അല്ലെ, നമ്മള് ജനിക്കുന്നതിന് മുന്നേ എഴുതി വെച്ച കാര്യങ്ങൾ നടക്കാനുണ്ട്, സംഭവിക്കാനുണ്ട്. എന്നാലും നമുക്ക് ഓരോ ദിവസവും നമുക്ക് ശ്രമിക്കാം. ഈ രീതിയിലൊക്കെ വേണം. അത് ചിലപ്പോൾ അത് നല്ല രീതിയിലുള്ള ദിവസമാണ് വെച്ചാൽ നമുക്ക് മുഴുവൻ കാര്യങ്ങളും ഒരുപക്ഷെ നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ തീർക്കാനും കഴിയും. അപ്പം നമ്മൾ ഇങ്ങനെ ബുക്കിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് അതൊന്നും ഓർത്തിരിക്കേണ്ട കാര്യം ഉണ്ടായിരിക്കില്ല. ഓക്കെ. അപ്പം നമ്മൾ രാവിലെ തൊട്ട് ഉച്ച വരെ ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതുന്നു, ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ചെയ്യാനുള്ള കാര്യങ്ങൾ, വൈകുന്നേരം രാത്രി ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, ഓക്കെ, ഇന്ന് ഉച്ച വരെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്, അത് ചെയ്യാം. ഈ രീതിയിലാവുമ്പോൾ നമ്മളെ തലച്ചോറിന് ഒരുപാട് ആശ്വാസം കിട്ടും. അപ്പം നമ്മളെ നമ്മളെ ഹൃദയത്തിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും. അതേപോലെ നമ്മൾ ചിന്തിച്ചു കൂട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, മറ്റുള്ളവരെ കുറിച്ചായാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും. അതെല്ലാം ആവശ്യമില്ലാത്തതാണെന്ന് മനസ്സിലാവും. അതേപോലെ നമ്മൾ ഒരിക്കലും വേഗം ഹിഫുള് ചെയ്തിട്ട് വേഗം തീർക്കണം എന്നുള്ള ആ ഒരു സമ്മർദ്ദം ഉണ്ടാവരുത്. ഇന്ന് ചെയ്യണം, ഇന്ന് കുറച്ച് ചെയ്യണം, ഇങ്ങനെ കുറേശ്ശായിട്ട്. ഇപ്പം ഒരു ദിവസം ഒരു 3 വരിയാണ് വെച്ചല്ലേ, അങ്ങനെ ഒരാഴ്ചയോളം 3 വരി വെച്ചിട്ട് പഠിക്കുക. പിന്നെ 6 വരിയാക്കുക. അങ്ങനെ ഒരാഴ്ചയോളം അല്ലെങ്കിൽ ഒരു മാസത്തോളം. പിന്നെ 9 വരിയാക്കുക. ഈ രീതിയിലായിരിക്കണം നമ്മളെ പഠനം പോകേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞാല് നാളെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇന്നലെ എന്താണോ പഠിച്ചത് അതും, പിന്നെ ഇന്ന് കൂടുതൽ പഠിക്കുന്നതും, പിന്നെ മൂന്നാമത്തെ ദിവസം മുൻപ് 2 ദിവസം എന്താണോ പഠിച്ചത് അതും മൂന്നാമത്തെ ദിവസം പഠിക്കുന്നതും, അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക ഒരാഴ്ച വരെ. ഇപ്പൊ കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ എന്തൊക്കെ പഠിച്ചോ അതും പിന്നീട് പഠിച്ചതും, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ മുഴുവനായിട്ടും, ഇപ്പം കഴിഞ്ഞ ഒരു മാസം മുഴുവൻ എന്താണോ പഠിച്ചത് അത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തെ, ആഴ്ചയിൽ ഒരു ദിവസത്തെ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക.
ഈ രീതിയിലാണ് നമ്മളെ ഹിഫ്ള് പോവേണ്ടത്. അല്ലാതെ നമ്മൾ ഒരു തലക്കെന്ന് പഠിച്ചു വരുമ്പം പകുതി എത്തുമ്പോഴത്തേന് ആദ്യത്തെ പഠിച്ചതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ ആ രീതിയിൽ പോവാതെ ശ്രദ്ധിക്കാം. അപ്പം നമ്മൾ ഒരിക്കലും ഒരു ദിവസം കൊണ്ട് ഒരുപാട് ചെയ്യണം എന്നല്ല, നമ്മൾ ചെയ്യുന്ന കാര്യം മനസ്സറിഞ്ഞ് നല്ല തറ പോലെ പഠിക്കാന്ന് പറയുമല്ലോ, കല്ല് പോലെ ആക്കി മാറ്റാം. ആ രീതിയിലും പഠിക്കാൻ ശ്രമിക്കുക. ഒരു ആയത്താണെങ്കിലും അത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം മറ്റേ ആയത്തിലേക്ക് പോവാം. അതേപോലെ തന്നെ നമ്മൾ ഖുർആനിൽ നോക്കി ഓതി പഠിക്കുക. നമ്മൾക്ക് അറിയുന്ന ആയത്തായിരിക്കാം, പക്ഷെ എന്നാലും അത് എത്രാമത്തെ പേജിലാണ്, എത്രാമത്തെ വരിയിലാണ്, ഓക്കെ, എത്രാമത്തെ ആയത്താണ്, ഏത് സൂറത്താണ്, ഈ സൂറത്തിന്റെ പ്രത്യേകതകൾ എന്താണ്, ഇങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് ഖുർആൻ, അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണ്, ഇതെന്താ എന്താ ഉദ്ദേശിച്ചത്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഖുർആൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും സ്ലോ ആയിട്ട് ഖുർആൻ പഠിക്കുള്ളൂ. പക്ഷെങ്കിൽ അത് നമുക്ക് മനസ്സിലിരിക്കും. പിന്നെ എപ്പോ എവിടെ നിന്ന് ചോദിച്ചാലും മനസ്സിലാക്കാൻ പറ്റും, പറയാൻ കഴിയും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഓർക്കാൻ കഴിയും. പറയാന്നുള്ളത് സെക്കൻഡറി മാത്രമാണ്. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ, അല്ലേ? അള്ളാന്റെ ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത് തന്നെ, അല്ലേ? അപ്പം ആ രീതിയിലേക്ക് നമ്മൾ മാറുക. അതേപോലെ തന്നെ നമ്മൾ നിയ്യത്ത്, ഓരോ ദിവസവും നിയ്യത്ത് വെക്കുമ്പോഴും നമ്മൾ അള്ളാഹുവിനോട് പറയാം, അള്ളാഹുവെ ഞാനിത് നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്, നിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നിന്റെ ഈ ഒരു ഖുർആൻ ഓതുന്നത് എന്നുള്ള ഒരു നിയ്യത്ത് ഉണ്ടാക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു നിയ്യത്ത്, ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു നിയ്യത്ത് പറയാം, അള്ളാഹുവെ ഞാൻ ഖുർആൻ പഠിക്കുന്നത് നിന്റെ മുഖം സന്തോഷിപ്പിക്കാനാണ്, നിന്റെ വചനങ്ങൾ എന്റെ ഹൃദയത്തിൽ സ്ഥിരമായി നിലനിൽക്കാനാണ്, ഞാൻ ഹിഫ്ള് ചെയ്യുന്നത് നിന്റെ വാക്കുകളെ ഹൃദയത്തിൽ സൂക്ഷിക്കാനും നിന്റെ ഓർമ്മയിൽ എപ്പോഴും ജീവിക്കാനുമാണ്. അള്ളാഹുവെ ഞാൻ ദീൻ പഠിക്കുന്നത് പദവിക്കോ ലോക ജീവിതത്തിനോ വേണ്ടിയല്ല, പക്ഷെ നിന്നെ അറിയാനും നിന്നെ സ്നേഹിക്കാനും നിന്റെ അടുക്കൽ എത്താനുമാണ്. നീ എനിക്ക് മദീനയിലോ മക്കയിലോ താമസിക്കാനുള്ള ഭാഗ്യം നൽകിയാൽ അത് നിന്റെ സ്നേഹത്തിന്റെ പ്രതിഫലമായിരിക്കട്ടെ. അള്ളാഹുവെ എന്റെ ഹൃദയം മുഴുവനും നിന്റെ ഓർമ്മയാൽ നിറയ്ക്കണേ. ഖുർആന് എന്റെ ഹൃദയത്തിന്റെ വെളിച്ചമാക്കണേ, എന്റെ ദിവസത്തിന്റെ മാർഗദീപമാക്കണേ. എന്റെ അന്തിമ ലക്ഷ്യം നിന്റെ സന്നിധിയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിലായിരിക്കാനാണ്. അള്ളാഹുവെ എനിക്ക് നിന്നെ കാണാനുള്ള ആഗ്രഹം കൂടുതൽ ശക്തമാക്കണേ. നിന്റെ പ്രിയ നബിയെ കാണാനുള്ള സ്നേഹം എന്റെ ഹൃദയത്തിൽ വളർത്തണേ. എന്റെ പഠനവും നിസ്കാരവും ദുആയും ജീവിതവും എല്ലാം നിനക്ക് വേണ്ടി നിനക്കൊപ്പം ആയിരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എന്റെ ഓരോ ദിനവും നിന്റെ സ്നേഹത്തിൽ ആരംഭിച്ച് നിന്റെ ഓർമ്മയിൽ അവസാനിക്കുന്ന രീതിയിലാക്കി തരണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ രീതിയിൽ നമുക്ക് നിയ്യത്ത് ചെയ്യാൻ പറ്റും. ഇത് ഒരു നിയ്യത്തിന്റെ ഒരു രൂപമാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മലയാളത്തിൽ നിയ്യത്ത് ചെയ്ത് കണ്ട്, കാരണം നമ്മൾ എത്രത്തോളം നമ്മുടെ നിയ്യത്ത് നന്നാക്കുന്നു, അള്ളാഹുവിലേക്കാക്കുന്നു, അവിടെ അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെടും, അള്ളാഹു കൂടുതൽ പ്രതിഫലം തരുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ഇന്ന് കൂടുതൽ ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യം വേണ്ടാന്ന് പറഞ്ഞ പോലെ തന്നെ അവരിത്ര ചെയ്തു, മറ്റവരിത്ര ചെയ്തു, എനിക്ക് അങ്ങനെ കഴിയുന്നില്ല, ഈ ഒരു ചിന്ത ഇല്ലാതിരിക്കുക. എനിക്ക് കഴിയുന്നത് ഞാൻ എന്റെ കഴിവിന്റെ മാക്സിമം ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹു എനിക്ക് ഇത്രയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ആദ്യം ഇത്രയും ഇല്ലല്ലോ, അൽഹംദുലില്ലാ. ഈ രീതിയിൽ നമ്മൾ പറയാൻ തുടങ്ങാം. ഖുർആൻ എന്ന് പറയുന്ന ഒരാൾക്കും ഭാരമായിട്ടല്ല, മറിച്ച് ആശ്വാസമായിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പൊ അത് പഠിക്കുന്ന ഒരാൾക്കും അള്ളാഹു അതിനെ ഭാരമാക്കൂല, ആശ്വാസമായിട്ട് തന്നെയാണ് പഠിക്കാനും അവസരം തരും ഇൻഷാ അള്ളാ. അതേപോലെ ഷെയ്ത്താന്റെ തടസ്സം, ഷെയ്ത്താൻ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണെന്നുള്ളത്. തീർച്ചയായും ഷെയ്ത്താന് ഖുർആൻ പഠിക്കുന്ന സമയത്ത് ഷെയ്ത്താന്റെ ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിക്കും. പക്ഷെ കാരണം എന്താണ്, ഷെയ്ത്താനെ ഏറ്റവും വേദനിപ്പിക്കുന്ന അമലാണ് ഖുർആൻ പഠനം എന്ന് പറഞ്ഞാൽ. ഈ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ അള്ളാഹുവിലേക്ക് അടുക്കാൻ കൂടുതൽ സാധ്യത കൂടുതലാണ്. അപ്പം ഈ ഷെയ്ത്താൻ നമുക്ക് ഉറക്കം കൊണ്ട്, അലസത കൊണ്ട് മടിയാക്കും, ഇന്ന് വേണ്ടാന്ന് തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ മനസ്സ് വേറെ എവിടേക്കോ കറങ്ങിത്തിരിഞ്ഞ് നടക്കുക, ഈ രീതിയിലൊക്കെ നമ്മളെ ഖുർആൻ പഠനത്തിൽ നിന്നും മാറ്റി നിർത്തും ഷെയ്ത്താന്. അപ്പം ഇതൊന്നും ഞാൻ മോശമായതുകൊണ്ടാണ് എനിക്ക് ഖുർആൻ പഠിക്കാൻ കഴിയാത്ത എന്നുള്ള ചിന്ത വരരുത്. മറിച്ച് ഷെയ്ത്താൻ നമ്മളെ പേടിക്കുകയാണ്, നമ്മൾ ഖുർആൻ പഠിക്കുന്നത് പേടിക്കുന്നതുകൊണ്ട് നമ്മളെ
ഷെയ്ത്താൻ തെറ്റിക്കാണ്. അപ്പം എന്താണ് ഷെയ്ത്താനിനെ അകറ്റി നിർത്താനുള്ള വഴി? തീർച്ചയായിട്ടും തഅബ്ബുദും ബസ്മലയും അല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ രണ്ട് വാചകങ്ങൾ കൊണ്ട് ഷെയ്ത്താനെ നമുക്ക് അള്ളാഹിന്റെ കൈ കണ്ടു കൊടുക്കാൻ പറ്റും. അള്ളാഹു എനിക്ക് ഈ ഷെയ്ത്താനെ ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ളത്. അത് ഷെയ്ത്താനിനെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഷെയ്ത്താനിനെ കുറിച്ച് ഓർത്ത് സമയം കളയല്ല വേണ്ടി, അല്ലെങ്കിൽ വീണ്ടും ഇനിയുള്ള മുഴുവനും ഷെയ്ത്താന്റെ ഭാഗത്തു നിന്നാണ് ചിന്തിക്കല്ല വേണ്ടത്. ഷെയ്ത്താനിനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു. അള്ളാഹു നമ്മളെ സംരക്ഷിക്കും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ശേഷം വേണ്ടത്. അതില്ലാതെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഷെയ്ത്താന് കയറി വരാൻ ചാൻസ് ഉള്ളത്. അതേപോലെ തെറ്റായ സമയം തെറ്റായ രീതി അല്ലേ? നമ്മൾ ഭയങ്കര ക്ഷീണിച്ച സമയത്ത് ഖുർആൻ ഓതാൻ ഖുർആൻ പഠിക്കാൻ സമയം എടുക്കരുത്. നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത്, ഏറ്റവും എനർജറ്റിക് ആയിരിക്കുന്ന സമയം വേണം തിരഞ്ഞെടുക്കാൻ. അതേപോലെ നമ്മളെ ഫോണ് അടുത്ത് ഉണ്ടെങ്കിൽ തന്നെ അതിൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കാരണം നമ്മൾ മനസ്സ് തെറ്റി പോകുന്ന കാര്യങ്ങൾ അതിൽ ഓണാക്കിടാതിരിക്കുക. അതേപോലെ വലിയ വലിയ ആയത്ത് പഠിക്കുന്നതിന് പകരം അത് ക- ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഓരോ ചെറിയ ചെറിയ പീസ് പഠിച്ചെടുക്കുക. എന്നിട്ട് ആ വലിയ ആയത്ത് മുഴുവനാക്കുക. ഈ രീതിയിലാണ് പഠിക്കേണ്ടത്. അതേപോലെ നമ്മൾ ശബ്ദമില്ലാതെ ഓതുന്ന ചിലരുണ്ട് അല്ലേ? ആ സമയത്ത് നമ്മൾ ശബ്ദമില്ലാതെ ഓതുന്ന സമയത്ത് പലപ്പോഴും നമ്മളെ നോക്കുന്നുണ്ടെങ്കിലും അത് റെക്കോർഡ് ആവൂല. അയ്യ, ഈ ശബ്ദം കുറയുന്ന സമയത്ത് തന്നെ നമ്മളെ ചിന്തകൾ ഇങ്ങനെ പറന്ന് നടക്കണേ, അപ്പൊ നമുക്ക് ശ്രദ്ധ കിട്ടൂല. അതുകൊണ്ട് ആ രീതിയും മാറ്റി വെക്കുക. നമ്മളെ പഠിക്കാനുള്ള ഖുർആൻ പഠനത്തിനുള്ള ശരിയായ രീതി എന്ന് പറയുന്നത് ഒരു ആയത്ത് ഫസ്റ്റ് ഖുർആൻ നമ്മളെ ഫാത്തിഹയും നിയ്യത്തൊക്കെ കഴിഞ്ഞ് ഖുർആൻ തുറന്നിട്ട് ഖുർആനിൽ കൈവച്ചിട്ട് പറയാം, ഇതെന്റെ സൃഷ്ടാവ്, എന്നെ സൃഷ്ടിച്ച എന്റെ സൃഷ്ടാവ് എന്നോട് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. ഈ ഒരു കാര്യം ചിന്തിക്കുക. ഏതുപോലെ ഒരു ടി വി അല്ലെങ്കിൽ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഉണ്ടാക്കിയ ഒരാള് അതിന്റെ കൂടെ അല്ലേ നമ്മള് ഇപ്പൊ പ്രത്യേകിച്ചും ഈ ഓവന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോ എന്ത് കാര്യം വാങ്ങുന്നുണ്ടെങ്കിലും അതിന്റെ കൂടെ ഒരു ബുക്ക് കിട്ടും. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഇതിൽ എത്ര സമയം എത്രയാണ് ഇടാൻ പറ്റുക, എത്ര സമയം കഴിയുമ്പോൾ ചൂടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട്. അല്ലെങ്കിൽ ഓവനൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇതിൽ ചിക്കൻ എത്ര, മട്ടൺ എത്ര ടൈം, ഇങ്ങനെയുള്ള ഇതെങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള മുഴുവൻ കാര്യങ്ങൾ അതിലുണ്ടാവും കാറ്റലോഗില് അല്ലേ? അതേപോലെ അവ- നമ്മളെ സൃഷ്ടിച്ചതാരാണ്? ഈ ഫ്രിഡ്ജ് ഉണ്ടാക്കിയ ആൾ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഉണ്ടാക്കിയ ആളെന്ന് പറഞ്ഞ പോലെ നമ്മളെ ഉണ്ടാക്കിയത് ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ ആ അള്ളാഹു നമുക്ക് നമ്മളെ എങ്ങനെ കറക്റ്റ് ആയിട്ട് പ്രവർത്തിപ്പിക്കണം, എങ്ങനെ റെഡിയാക്കണം എന്നുള്ള ആ ഒരു കാറ്റലോഗ് ആയിട്ടാണ് അള്ളാഹു നമുക്ക് ഈ ഒരു ഖുർആൻ തന്നിട്ടുള്ളത്. അപ്പം അത് പഠിച്ചിട്ടാണ് നമ്മൾ തന്നെ നമ്മളെ ശരീരത്തിനെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ അല്ലേ? ഉള്ളിലുള്ള മെക്കാനിസം ഒക്കെ അള്ളാഹുവിനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുറമെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളെ അടുത്ത് തന്നിട്ടുള്ളത് അല്ലേ? അപ്പം അത് ആ രീതിയിൽ തന്നെ ചിന്തിക്കാം. ഇത് എന്റെ അള്ളാന്റെ കലാമാണ്, അള്ളാഹു എന്നോട് സംസാരിക്കാണ്, എന്നോട് ഇതിലൂടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാണ്. അള്ളാഹു എനിക്ക് അയച്ചു തന്ന മെസ്സേജ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അള്ളാഹു നമുക്ക് എഴുതിയ കത്തായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഒരു ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നേരിട്ട് എഴുതിയ കത്താണ്. നീ ഇന്ന രീതിയിൽ ജീവിക്കണം, നീ എന്നെ ഇങ്ങനെ ആക്കണം, ഞാൻ ഇങ്ങനെയാണ് എന്ന് എനിക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാണ് അല്ലേ? ഒരുപക്ഷെ ഈ നമ്മളെ റൂഹിന് മുന്നേ, നമ്മളെ ശരീരത്തിലേക്ക് റൂഹ് ഉണ്ടാക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുന്നേ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട്. അപ്പം ആദം നബി അലൈഹി സ്വലാമിലൂടെ പിന്നെ ഇങ്ങനെ വഴിയായിട്ട് അള്ളാഹു സൃഷ്ടിച്ചതാണ് നമ്മളൊക്കെ അല്ലെ? അപ്പം അള്ളാഹു പറയുന്നുണ്ട്, ഞാൻ ഈ രീതിയിലാണ്, ഈ രീതിയിലാണ്, ഈ രീതിയിലാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ കാണാൻ പറ്റും. അങ്ങനെയാണ്. ഇപ്പം അങ്ങോട്ടുള്ള വഴിയാണ് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞു തരുന്നത്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മള് ബാലരമയില് വഴി കാണിക്കും എന്നുള്ളിടത്ത് തിരിഞ്ഞു വളഞ്ഞ് ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് കറക്റ്റ് സ്പേസിൽ എത്താറുണ്ട്. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നതും. അവിടെ പല
ചില സമയത്ത് നമ്മൾ തെറ്റായ വഴിയിലേക്ക് പോവും. പക്ഷെ അവിടുന്ന് തിരിച്ചു പോന്നിട്ട് വീണ്ടും നേർവഴിയിലായി വീണ്ടും ഈ രീതിയിൽ മുന്നോട്ട് പോവാൻ അള്ളാഹു നമുക്ക് തന്ന ഒരു കാറ്റലോഗാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അള്ളാഹു അയച്ച ഒരു കത്താണ്. അല്ലെ, വഹി എന്ന് പറയുമ്പോൾ കത്താണ്. ഈ രീതിയിൽ ജീവിച്ചാല് നിങ്ങൾക്ക് ഇന്നെ കാണാൻ പറ്റും. അപ്പം അതിനു വേണ്ടിയിട്ട് വരിക. കാരണം നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഞാൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറയുന്നുണ്ട്. അപ്പൊ ആലോചിക്കാം, അള്ളാഹുവേ, ഇത് നീ എനിക്ക് അയച്ച ഒരു നിന്റെ മെസ്സേജ് ആണല്ലോ, നിന്റെ വാക്കുകളാണല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ട് തുറക്കുക. അതിനുശേഷം നമ്മൾ ഒരു ആയത്ത് പഠിക്കണമെങ്കിൽ, ഒരു വരി പഠിക്കുകയാണെങ്കിൽ അത് 10 വട്ടം ഓതുക കറക്റ്റായിട്ട്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റാണ്, ഫസ്റ്റത്തെ ഒരു വട്ടോ 2 വട്ടോ കറക്റ്റ് തെജ്വീദോട് കൂടിയിട്ട് ഓതും, പിന്നീട് സ്പീഡിൽ ഓതി തീർക്കും, 10 വട്ടം സ്പീഡിൽ ഓതും. അപ്പം നഷ്ടപ്പെടുന്നത് നമ്മുടെ തെജ്വീദാണ്. അതില്ലാതെ 10 വട്ടം തെജ്വീദോട് കൂടി വൃത്തിയിൽ ഓതുക. കാരണം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും നല്ല രീതിയിൽ ഖുർആൻ ഓതണം എന്നാണ്, പതി പതിയെ ഓതണം എന്നാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മള് പതുക്കെ ഓതുക. പതുക്കെ മീൻസ് സൗണ്ട് കുറയ്ക്കുക എന്നല്ല, സ്പീഡ് കുറയ്ക്കാം. അങ്ങനെ നമ്മൾ ഒരു 10 വട്ടം ഓതി കഴിഞ്ഞാല് പിന്നീട് അടുത്ത ആയത്ത് ഓതുക. എന്നിട്ട് ഇത് അതിനോട് കൂട്ടി ചേർത്ത് വീണ്ടും അത് 10 തവണ ഓതി കഴിഞ്ഞാല് ഇത് ആദ്യം പഠിച്ചത് ഓതി നോക്കുക. ഓക്കെ, ആദ്യം പഠിച്ചതും രണ്ടാമത് പഠിച്ചതും ഓർമ്മയുണ്ട്, ഇനി മൂന്നാമത്തെ. ഈ രീതിയിലാവണം നമ്മളെ പഠനം മുന്നോട്ട് പോകേണ്ടത്. പിന്നെ മൂന്നാമത്തെ ആ, വരി പഠിക്കുന്ന സമയത്ത് 10 വട്ടം ഓതി കഴിഞ്ഞാല് വീണ്ടും ഓതി നോക്കുക, ആദ്യത്തവും രണ്ടാമത്തവും മൂന്നാമത്തവും കിട്ടുന്നുണ്ടോ. ഓക്കെ, അപ്പം നമ്മൾ 3 ആയത്ത് പഠിച്ചു. ഇനി നാലാമത്തെ. ഈ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് ഒരു സൂറത്താണ്ട് പഠിച്ചിട്ട് പിന്നെ അത് അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന തെറ്റാണ്, ചെറിയ സൂറത്തല്ല, ആകെ 4 ആയത്തല്ലേ ഉള്ളൂ, അപ്പൊ ഈ 4 ആയത്ത് ഒരുമിച്ച് ഓതും 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 ഈ രീതിയിൽ പോവും. അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ആയ രീതി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓരോ വരികളും മുഴുവനായിട്ട് പഠിച്ച് നല്ല തറ ആയതിന്റെ ശേഷം അടുത്ത വരിയിലേക്ക് പോവുക. ഓക്കെ, ഇൻഷാ അള്ളാ. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഹിഫുൾ തുടങ്ങുന്നതിന്റെ മുന്നേ അള്ളാഹുവിനോട് നമ്മൾ പറയാം, അള്ളാഹുവെ, എന്റെ ഹൃദയം നിന്റെ വചനം കേൾക്കാൻ വേണ്ടിയിട്ട് എന്റെ ഹൃദയം ഒന്ന് തുറന്നു തരണേ. അതേപോലെ തന്നെ ഇത് എനിക്ക് ഭാരമാക്കരുതേ എന്ന്. ഇങ്ങനെ നമ്മൾ അള്ളാഹുവിനോട് എല്ലാതും ദുആ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഈസിയായി മാറും. അല്ലെ, നമ്മൾ ദുആ ചെയ്യുന്നതോട് കൂടി നമ്മൾ അള്ളാഹുവിൽ തവക്കല് ചെയ്യണം മുഴുവനായിട്ടും. അങ്ങനെ ഞാൻ കുറെ ദുആ ചെയ്തിട്ടൊക്കെ തന്നെ ഇരിക്കല്, പക്ഷെങ്കിൽ എനിക്ക് അങ്ങനെ ഈസി ആവലൊന്നുമില്ല. കാരണം എന്താ, നമ്മൾ അത്രയും തവക്കല് ചെയ്തിട്ടില്ല, നമ്മൾ വിശ്വസിക്കുന്നില്ല. അള്ളാഹുവിനോട് അത് പറഞ്ഞാൽ അള്ളാഹു അത് ഏറ്റെടുക്കും എന്നുള്ള ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് തോന്നും, ഓക്കെ, ഇത് ഇന്നലത്തേനേക്കാളും കൂടുതൽ ഈസി ആയിട്ടുണ്ടല്ലോ, അപ്പൊ അള്ളാഹു എന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ദുആ ചെയ്തതുകൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടാവില്ല, ആ മൈൻഡ് സെറ്റിൽ വേണം നമ്മൾ പിന്നീട് ഓതാന്. അല്ലെങ്കിൽ ഓക്കെ, ഞാൻ കഴിഞ്ഞ തവണ ഓതിയതിനേക്കാളും മെച്ചമുണ്ടല്ലോ, അൽഹംദുലില്ലാ, അപ്പൊ ഇനി ഇങ്ങനെ ഓതിയാ മതില്ലേ. ഈ രീതിയിൽ നീ ഇപ്പൊ എനിക്ക് എളുപ്പാക്കി തന്നിട്ടുണ്ടല്ലോ നാഥ, അൽഹംദുലില്ലാ. ഈ രീതിയിൽ അള്ളാഹുവിൽ തവക്കൽ ചെയ്യണം, 100% അള്ളാഹുവിൽ തവക്കൽ ചെയ്യണം. അപ്പൊ നമുക്ക് ഖുർആൻ ഒരു ഭാരമല്ലാതായി മാറും. അതേപോലെ തന്നെ നമ്മൾ ഒരു പേജ്, ഓരോ ആയത്ത് പഠിക്കുന്ന സമയത്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്നെങ്കിൽ നേരർത്ഥം എങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. പറ്റുവാണെങ്കിൽ ആ ഖുർആന്റെ തഫ്സീറും കൂടി പറ്റുകയാണെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം തഫ്സീർ കൂടി മനസ്സിലാക്കിയിട്ട് ഖുർആൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ മനസ്സറിഞ്ഞ് ഓതാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഹൃദയത്തിൽ കയറിയ ഒരായത്ത് നമ്മൾ അർത്ഥം അറിഞ്ഞ് തഫ്സീർ അറിഞ്ഞ് പഠിച്ച ഒരായത്താണ് ഇതൊന്നും അറിയാതെ പഠിക്കുന്ന 10 ആയത്തിനേക്കാളും ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അപ്പോഴാണ് നമുക്ക് മറ്റേത് മോശമാണ് എന്നല്ല കേട്ടോ, ഖുർആൻ എങ്ങനെ പഠിച്ചാലും അതിനൊക്കെയും വാല്യൂ ഉണ്ട്, അതിനൊക്കെയും പ്രതിഫലം ഉണ്ട്. പക്ഷെങ്കിൽ അതിനേക്കാൾ ഒരുപാട് പ്രതിഫലം കൂടുതലാണ്, അല്ലെങ്കിൽ ഒരുപാട് മാറ്റാണ് നമ്മൾ ഇതിന്റെ തഫ്സീറോട് കൂടി പഠിക്കുന്നത്. ഖുർആൻ എന്ന് വെച്ചാൽ അത് എന്ത് രീതിയിലായാലും ജസ്റ്റ് നോക്കിയാൽ പോലും അള്ളാഹു പ്രതിഫലം തന്നിട്ടുണ്ട്, അല്ലേ. അപ്പൊ അതിന് ഒരിക്കലും
കുറവ് എന്ന് പറയാൻ പറ്റൂല, പക്ഷെ അതിനേക്കാൾ ഒരു പടി കൂടുതലാണ് ഇത് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മള് ഉറക്കെ, അതിങ്ങനെ പലരും പാരായണം ചെയ്യാറുണ്ടാവില്ല, ഉറക്കെ നാട്ടുകാർ, വീട്ടിലുള്ള എല്ലാവരും കേൾക്കണം എന്നുള്ള രീതിയിൽ, ആ രീതിയിൽ ഓതാതിരിക്കുക. നമ്മളെ ഒരു സാധാരണ ശബ്ദത്തില്, നമ്മളെ ഈ റൂമിനുള്ളിൽ നിൽക്കുന്ന ആ രീതിയിലുള്ള ശബ്ദത്തില് ഓതി ശീലിക്കുക. അതേപോലെ തന്നെ തർത്തീല്, തജ്വീദ് കറക്റ്റ് ഒക്കെ, നമ്മൾ അക്ഷരങ്ങളൊക്കെ നല്ല രീതിയിൽ നല്ല ചിട്ടയിൽ തന്നെ ഓതുക. തജ്വീദോട് കൂടി നിർത്തി നിർത്തി ഓതുക. കാരണം നമ്മൾ ആ രീതിയിൽ ഓതുന്ന സമയത്ത് നമ്മളെ വായന മാത്രമല്ല, നമ്മൾ നോക്കി ഓതുമ്പോൾ കണ്ണിലൂടെ അത് തലച്ചോറിലെത്തുന്നുണ്ട്, വായയിലൂടെ തലച്ചോറിലെത്തുന്നുണ്ട്, കേൾക്കുന്ന സമയത്ത് കേൾവിയിലൂടെ അത് തലച്ചോറിലെത്തുന്നുണ്ട്. പിന്നെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ബ്രെയിൻ അവിടെ വീണ്ടും, അല്ലെ, അതിന്റെ തഫ്സീർ ചിന്തിക്കുന്ന സമയത്ത് അത് വീണ്ടും അവിടെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കാം. അപ്പൊ ഈ രീതിയിൽ വേണം നമ്മളെ ഹൃദയത്തിലേക്ക് ഖുർആനെ എത്തിക്കാന്. അതേപോലെ തന്നെ മറ്റൊരു നല്ല മാർഗ്ഗമാണ്, നമ്മളിപ്പം ഇന്ന് ഏതാണോ സൂറത്ത് പഠിക്കാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ നാളെ ഏതാണോ സൂറത്ത് പഠിക്കാൻ ഉദ്ദേശിച്ചത്, ഏത് ആയത്താണോ പഠിക്കാൻ ഉദ്ദേശിച്ചത്, അത് ഫോണിൽ ആപ്പുകൾ, ഇപ്പൊ ഒരുപാട് ആപ്പുകൾ ഉണ്ടല്ലോ, ഖുർആൻ കിട്ടുന്ന, ഖുർആൻ മജീദ്, ഇങ്ങനെയുള്ള ഒരുപാട് ആപ്പുകൾ ഉണ്ടല്ലോ. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഓണാക്കിയിട്ട് അതിൽ കേട്ട് 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 നമ്മൾ ആദ്യം ആ ഖുർആൻ സൂറത്തിനെ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ആയത്തുകളെ നമ്മൾ ആദ്യം കേട്ട് പരിചയിക്കാം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അത് എത്രാമത്തെ സൂറത്താണ്, എത്രാമത്തെ ആയത്താണ്, ഏത് പേജിലാണ്, ഏത് സൈഡിലാണ് വരുന്നത്, ഇങ്ങനെ കൈവച്ച് ഓതി, ഈ 10 വട്ടം ഓതുന്ന സമയത്തും 10 വട്ടം കൈവച്ച് നോക്കി ഓതി ശീലിക്കാം. അപ്പൊ നമുക്ക് ഇത് ഓതുന്ന സമയത്ത് തന്നെ ആ ഒരു ഖുർആന്റെ പേജിന്റെ ചിത്രമായിരിക്കും നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരിക. അതേപോലെ ഈ ഒരു ഹിഫുള്ളായിട്ടല്ല, നമ്മുടെ സുഹൃത്തായിട്ട് ആ ഒരു മൈൻഡ് സെറ്റിൽ എടുക്കാം. നമ്മള് പറയണ്ട, ഇപ്പം നമ്മൾ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് പറയണ്ടേ, ഓക്കെ ഞാൻ ഇന്ന് ഖുർആന്റെ കൂടെ ഇരിക്കുകയാണ് കുറച്ച് സമയം, ഈ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ട് ഖുർആനെ അല്ലെങ്കിൽ ഹിഫുവിനെ ഒരു സുഹൃത്തായിട്ട്, നമ്മളൊരു ഫ്രണ്ടായിട്ട് കാണാം. നമ്മൾക്ക് ചില ദിവസങ്ങളിൽ ചിലപ്പം നമ്മൾ പഠിച്ചത് തന്നെ മറന്നു പോയിട്ടുണ്ടാവും, നമ്മളെ മൈൻഡ് ഫോഗ് എന്ന് പറയും. പഠിച്ചത് തന്നെ ഓർമ്മയില്ലാത്ത ദിവസം ഉണ്ടാവും, നമ്മൾ എത്ര പഠിച്ചാലും ചിലപ്പം തലേ കയറാത്ത ദിവസങ്ങളുണ്ടാവും. ഈ സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാല്, നമുക്ക് ഓർമ്മ ആയാലും ഇല്ലെങ്കിലും ഒപ്പം ഇരുന്നല്ലോ, ഖുർആന്റെ ഒപ്പം ഇരുന്നല്ലോ, ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നല്ലോ, അതന്നെ നമുക്ക് ഇബാദത്തായിട്ട് മാറും ഇൻഷാ അള്ളാ. അതേപോലെ നമുക്ക് കുറ്റബോധം ഒഴിവാക്കാം. എനിക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് കഴിയൂല, ഞാൻ ഇത്രയും പ്രായമായി, ഞാൻ ഇങ്ങനെ ഇത്രയും കാലമായിട്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ, അപ്പൊ ഞാൻ അത് പഠിക്കാൻ പോണില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ, എനിക്ക് വലിയ തലച്ചോറൊന്നുമില്ല, എനിക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല, എനിക്ക് പണ്ടേ ഓർമ്മശക്തി കുറവാണ്, ഈ രീതിയിലുള്ള സംസാരം ഒഴിവാക്കാം. ഇതൊക്കെ ശൈത്താൻ കൊടുക്കുന്ന വാക്കുകളാണ്. ഇത് ഒഴിവാക്കിയിട്ട് ഓക്കെ, ഞാൻ അള്ളാന്റെ കലാമാണ് പഠിക്കാൻ പോകുന്നത്, അപ്പം അള്ളാഹു എന്നെ സഹായിക്കാതിരിക്കില്ല, അള്ളാഹുവിന്റെ സഹായം കൊണ്ട് ഞാൻ ഏറ്റവും ബെസ്റ്റായ രീതിയിൽ തന്നെ ഖുർആൻ പഠിക്കും. ഇതിൽ ബുദ്ധിമുട്ട് വന്നാലും അത് അള്ളാഹു അല്ലേ എന്നെ സഹായിച്ചാണ്ട് മാറ്റി തരേണ്ടത്. ആ അള്ളാഹിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിലത്തെ ബുദ്ധിമുട്ടുകളൊക്കെയും അള്ളാഹു മാറ്റി തരുമല്ലോ. ഈ ഒരു ഉറപ്പോട് കൂടിയിട്ട് പഠിക്കാൻ തുടങ്ങാം. ഇനി നമ്മൾ പറയേണ്ടത്, എനിക്ക് കഴിയുന്ന വേഗത്തിലാണ് ഞാൻ പഠിക്കുന്നത്, എന്റെ റബ്ബ് എന്നെ വിളിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങോട്ട് നടക്കാൻ കഴിയുന്ന വഴിയിലാണ്, റബ്ബിലേക്ക് എന്നെ കൊണ്ട് നടക്കാൻ കഴിയുന്ന ആ ഒരു സ്പീഡിൽ ഞാൻ പോകുന്നുണ്ട്. അല്ലാതെ എനിക്ക് ഇതിൽ കൂടുതൽ കഴിയുന്നില്ല, എന്നാലും അൽഹംദുലില്ലാ ഞാൻ ഒരു സ്റ്റെപ്പെങ്കിലും അള്ളാഹുവിലേക്ക് വെക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹുവെ എന്നെ ഖുർആനിനെ ഒരുപാട് ഹാഫിളായ രീതിയിൽ എന്നെ അവിടെ എത്തിക്കണേ അള്ളാ, എന്നെ ഖുർആന്റെ അഹ്ലുകാരാക്കണേ അള്ളാ, ഈ രീതിയിൽ നമ്മള് പറഞ്ഞു തുടങ്ങാം. അതേപോലെ തന്നെ ഇനി അടുത്തതായിട്ടുള്ളതാണ്, ഉം, ഒരു മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞാല് സത്യത്തിൽ അവർക്ക് ഒരു സത്യമായ വസ്തുതയാണ് ഇനി പറയാൻ പോകുന്നത്.
നമുക്ക് കുട്ടികളുണ്ടാവും, വീടുണ്ടാവും, നമുക്ക് ക്ഷീണമുണ്ട്, നമ്മളെ ശരീരത്തിൽ പല ഹോർമോൺ മാറ്റങ്ങളുണ്ട്, അസുഖങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ള ഒരു സ്ത്രീ ഖുർആനോട് ഒപ്പം ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ, ഖുർആനെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അത് തന്നെ അവളുടെ വലിയ ഇബാദത്താണ്. ആണല്ലോ, നമ്മൾ പഠിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും നമ്മൾ ഹിഫുളിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും അതുപോലെ തന്നെ ഓർക്കേണ്ട കാര്യം അല്ലാഹു ഓതിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്റെ അടിമ എന്നോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വിട്ടുപോയാല്, എന്ന് വെച്ചാൽ ഖുർആൻ ഓതുന്നത് കൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന ദുആകൾ ഉണ്ടാവും അല്ലെ, നമ്മൾക്ക് ചോദിക്കുന്ന കുറെ ദുആകൾ ഉണ്ടാവും. ഈ ദുആകളൊക്കെ വിട്ടുപോയി, പക്ഷെ ഇന്ന് ഖുർആൻ മാത്രമേ ഓതാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അവൻ ചോദിച്ചതിനേക്കാൾ കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ കൊടുക്കുന്ന പറഞ്ഞു. നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു തരാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ദുആ ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹു തരുന്ന സുബ്ഹാനല്ലാഹ്. കാരണം അള്ളാഹു നമ്മളെ ഹൃദയം കാണുന്നുണ്ട്. അപ്പം ഇനി ആ ഒരു എക്സ്ക്യൂസ് പറയാതിരിക്കാം. ഞാൻ ഖുർആന് പഠിക്കണം എന്നുണ്ട്, പക്ഷെ ഞാൻ ഒരുപാട് ദുആകളും സ്വലാത്തുകളും മറ്റു കാര്യങ്ങളൊക്കെയും ചെല്ലുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയില് ഖുർആന് ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതല്ല പറയേണ്ടത്. ഖുർആൻ പഠനാണ് എല്ലാത്തിനേക്കാളും മുന്നിൽ നിൽക്കുന്ന കാര്യം. ഓക്കെ, അത് ഞാനല്ല പറയുന്നത്, അള്ളാഹു ആണ് പറയുന്നത്. എന്റെ അടിമ ഖുർആൻ ഓതിയത് കൊണ്ട് അല്ലെ, ഖുർആൻ ഓതി പഠിച്ച് ആ രീതിയിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഖുർആന്റെ അഹ്ലുകാരാവണേ. ഖുർആന്റെ അഹ്ലുകാർ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്താ പറഞ്ഞ, അവൻ എന്റെ ആളുകളാണ്, അവരെന്റെ ആളുകളാണെന്നാ. അപ്പം അള്ളാന്റെ ആളുകളാവണം എന്നുണ്ടെങ്കിൽ, അള്ളാന്റെ അഹ്ലുകാരാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഖുർആനാണ് പഠിക്കേണ്ടത്. അപ്പം ഈ അള്ളാഹുവിന്റെ അഹ്ലുകാരാവാൻ നമ്മൾ തയ്യാറെടുക്കുന്നുണ്ടോ? അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഹിഫുളിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്ന സമയം നമ്മൾ ദുആകൾ കുറെ അവിടെ പെൻഡിങ്ങിൽ കിടക്കും അല്ലെ. ആ സമയത്തായിരിക്കും ചിലപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പൊ എന്തുണ്ടാവും, അള്ളാഹ്ക്കറിയാം നിങ്ങൾ ഇതൊക്കെ ഇന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നു, പക്ഷെ അള്ളാഹിന്റെ കലാമ് പഠിക്കുന്ന സമയമായതുകൊണ്ട് അതൊന്നും ചോദിക്കാൻ കഴിയാത്തതാണ്. പക്ഷെ അള്ളാഹു എന്ത് ചെയ്യും, അതിനേക്കാൾ ബെസ്റ്റ് ആയത് നമുക്ക് തരും സുബ്ഹാനല്ലാഹ്. അപ്പം അതും ഒരു എക്സ്ക്യൂസ് അല്ല. ഇനി എന്തെങ്കിലും എക്സ്ക്യൂസ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയാം. ഇതുവരെയുള്ള വീഡിയോകളെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ കമന്റിൽ പറയാം. കാരണം കമന്റ് ബോക്സിൽ ആരും ഒന്നും പറയുന്നില്ല. ഇത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവുക, നമ്മളെ വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്താൻ കാരണമാവും. അതിലൂടെ ആരെങ്കിലും ഒരു നന്മയെങ്കിലും ചെയ്താൽ ആ നന്മ ചെയ്യുന്ന പോലെയുള്ള പ്രതിഫലം നിങ്ങൾക്കും കിട്ടും. അതേപോലെ തന്നെ നിങ്ങളെ ഈ കമന്റുകൾ എന്നെ കൂടുതൽ വീഡിയോ ചെയ്യാൻ സഹായിക്കും. അത് ഓക്കെ, ഈ രീതിയിലാണ് വേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് അതൊരു പ്രചോദനമായി മാറും. അപ്പം കമന്റുകളും ലൈക്കുകളും ഒന്നും കുറയ്ക്കേണ്ട. ലൈക്കുകളിനേക്കാളും ഞാൻ പറയാം കമന്റ് ചെയ്യാനാണ്. ഇൻഷാ അള്ളാ ഇന്ന് ചെയ്യേണ്ട ചെറിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ഒരായത്ത് മാത്രം ഓതുക, എന്നിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. ഇത് എനിക്ക് വേണ്ടിയാണ്, ഓക്കെ, ഈ ആയത്ത് എനിക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു എന്നിലേക്ക് എത്തിച്ചത് എന്ന് മനസ്സിലാക്കുക എന്ന് കരുതുക. ഇന്ന് ഹിഫുളായില്ലെങ്കിലും കുറ്റബോധമൊന്നും വേണ്ട, പക്ഷെങ്കിൽ മാക്സിമം ഒരായത്തെങ്കിലും ഹിഫുളാക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഒരു ദിവസം നമ്മൾ കഴിയൂല എന്ന് വിചാരിച്ചാല് നമുക്ക് കഴിയൂല. ഏതുപോലെ നമ്മൾ ഒരു മല കയറാൻ താഴെ നിന്ന് നോക്കുമ്പം ഉഫ് ഇത്ര വലിയ മല ഇന്നെ കൊണ്ട് കഴിയൂല കേട്ടോ എന്ന് ചിന്തിച്ചാൽ നമുക്ക് കഴിയൂല. നേരെ മറിച്ച് ഈ മലയുടെ വലുപ്പത്തേക്കല്ല നോക്കുന്നത്, ഞാൻ നടക്കുന്ന കാലിലേക്കാണ് നോക്കുന്നത്. ആ ചുറ്റുവട്ടത്ത് എന്തൊക്കെയുണ്ട്, താഴേക്ക് നോക്കി നടക്കുക എന്ന് പറയും അല്ലേ. നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോൾ വലിയ സ്റ്റെപ്പുകളാണ് വെച്ചാൽ പറയും ഈ മേലോട്ടല്ല നോക്കണ്ടേ, താഴേക്ക് നോക്കി നടക്കുന്ന പറയും. ആ സ്റ്റെപ്പിലേക്ക് മാത്രം നോക്കിയാൽ മതി. അതേപോലെ നമ്മൾ മല കയറാൻ നിൽക്കുമ്പം മെല്ലെ നമ്മൾ എത്ര കഴിയോ അത്രയും കയറിയാൽ മതി. എന്നിട്ട് പിന്നെ അവിടെ റെസ്റ്റ് എടുക്കുക, പിന്നെ കഴിയുമ്പോൾ വീണ്ടും കയറുക. ഈ രീതിയിൽ നമുക്ക് ആ മല ഫുള്ളാക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് നമ്മളെ ലൈഫിൽ എല്ലാ കാര്യം ഇൻഷാ അള്ളാ. അപ്പം ഇന്ന് മുതൽ ഖുർആൻ ഹിഫുള് പഠിക്കാൻ കഴിയൂല എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റി വെച്ചിട്ട് ഇൻഷാ അള്ളാ ഇന്ന് മുതൽ ഞാൻ ശ്രമിക്കാൻ തുടങ്ങുകയാണ്. കാരണം ഖുർആൻ ഹിഫുള് പഠിക്കുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ. ഈ ലോകത്തും പരലോകത്തും ഒരുപാട് ഗുണങ്ങളുണ്ട്.
ഇതുവരെ പഠിച്ച ഹിഫുൾ തന്നെ ഒന്നും കൂടി നല്ല വൃത്തിയിൽ ഒന്നും കൂടി പഠിക്കാൻ ശ്രമിക്കുക. റമളാനൊക്കെയാണ് വരുന്നത്. നമ്മളെ ഫാത്തിഹയും സൂറത്തുകളും ഒക്കെയും കറക്റ്റ് തന്നെയല്ല ഞാൻ ഓതുന്നതൊക്കെ റെഡി അല്ലേ എന്നുള്ളത് ഒന്നും കൂടി റെഡിയാക്കി നോക്കുക. ഇൻഷല്ല. നമ്മള് അവസാനമായിട്ട് പറഞ്ഞ, ഒരിക്കലും നമ്മളെ വിട്ടു പോകുന്നില്ല. നമ്മള് ഖുർആനെ വിട്ടു പോകുന്നുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മള് ക്ഷീണിച്ച് നിൽക്കുമ്പോഴും ഖുർആന് കാത്തിരിക്കാണ്. ഓക്കെ, ഇന്ന് വന്ന് വായിക്കും, ഇന്ന് ഓതും, എന്നെ ഇന്ന് പ്രയോജനപ്പെടുത്തും എന്നുള്ള രീതിയിൽ. ഇൻഷാല്ല. ഇതുപോലെയുള്ള മറ്റ് ക്ലാസ്സുകൾ കേൾക്കാനും ഞങ്ങളെ കോഴ്സിൽ ചേരാനും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുക. സ്ത്രീകൾക്ക് മാത്രമായിട്ട് എങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാമെന്നും എങ്ങനെ മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിതം കൊണ്ടുപോകാമെന്നും നമുക്ക് മാനസികമായി വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറാനോ, അതുപോലെ നമ്മൾ ഹാപ്പി ആയിട്ട് ഒരു മുസ്ലിമായിട്ട് എങ്ങനെ ജീവിക്കാമെന്നൊക്കെയുള്ള ക്ലാസ് ആണ് വരുന്നത്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. കമന്റ് ബോക്സിൽ ഇൻഷാല്ല ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. ഇതുപോലെയുള്ള മറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം എന്ന ഒരു പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാം ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ നന്നായിട്ട് ഖുർആൻ അറിയുന്നവരും ഓതുന്നവരൊക്കെ ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും അവിടെ കൂട്ടുകാരായിട്ട് ഒരുമിച്ച് കഴിയാനും ഒക്കെയും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.